ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാദേഴ്സ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അല്ലേ. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മഴയൊക്കെ മാറി ഇപ്പോൾ വെയിലൊക്കെ വെയിൽ വന്നാൽ പ്രശ്നമാണ്, മഴ വന്നാലും പ്രശ്നമാണ്. എല്ലാം ഒരു ലിമിറ്റിന് നിൽക്കുമ്പോഴാണ് അതിൻ്റേതായൊരു ഇത് നമുക്കുണ്ടാവുള്ളൂ. ഇപ്പോൾ വെയിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും. മഴ നല്ലോണം ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇനി എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നടക്കട്ടെ. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ മുട്ടയും മീനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നുമ്മ ചിക്കൻ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കൻ എടുത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു ബിരിയാണി വെക്കാം, ഒരു തട്ടിക്കൂട്ടൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ബിരിയാണി വെക്കാം എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. ഞാൻ ഫിമുഖാൻ്റെ വീട്ടിൽ, അതായത് കല്യാണം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് രാവിലെ നാഷ്ത, എപ്പോഴും നാഷ്ടയാണ് ഇവിടെ. എൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക ചോറില്ലേ, ചോറ്. എനിക്ക് 3 നേരം ചോറ് കിട്ടിയാലും ഞാൻ കഴിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ആളാണ് ഞാൻ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കുറച്ച് കുറച്ചല്ല, നല്ല അധികം മാറിയിട്ടുണ്ട്. രാവിലെ ചോറ് കഴിക്കലില്ല, എന്തെങ്കിലും നാഷ്ത കഴിക്കും. പിന്നെ എല്ലാത്തിനും ഒരു ഒരു ചേഞ്ച് അതെല്ലാവർക്കും ഉണ്ടാവില്ലേ ഗൈസ്. ഫിലോസഫി പറയാനുണ്ടെങ്കിൽ കുറേ ഉണ്ട് പറയാനായിട്ട്. പിന്നെ ഞാൻ പണ്ടേ അതിലൊരു പുലി ആയതുകൊണ്ട് ഞാൻ ആ ഒരു ടോപ്പിക്ക് ഇവിടെ വെച്ച് നിർത്തുവാണ് കേട്ടോ. അപ്പോൾ ഞാനും ഹൈസിയും കൂടിയിട്ടായിരുന്നു അടുക്കളയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഉമ്മ നേരത്തെ തന്നെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതായത് സമയം കിട്ടുമ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ ഈ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ചതച്ച് സെറ്റാക്കി വെക്കും. അപ്പോൾ പൊതുവേ ഞാനൊരു പാചകറാണി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് കുക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ എപ്പോഴും സ്റ്റോക്കാണ് അവിടെ. പക്ഷേ നേരെ തിരിച്ചാണ് ഇവിടെ കേട്ടോ. ഇവിടെ ഞാനാണ് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തോല് കളയുക, അതുപോലെ തന്നെ അത് അരച്ച് വെക്കുകയൊക്കെ ഞാൻ തന്നെയാണ് ഇവിടെ ചെയ്യാറ്. അപ്പോൾ അതങ്ങനെയാണ്, നമ്മൾ അവിടെ എന്താണോ ചെയ്തത് അതായിരിക്കില്ല ഇവിടെ ചെയ്യുക, ഇവിടെ എന്താണോ ചെയ്യുന്നത് അതായിരിക്കില്ല നമ്മൾ ഒബ്വിയസ്ലി അവിടെ ചെയ്യുക. എനിവേ, അപ്പോൾ നമ്മൾ ഈ എല്ലാ പേസ്റ്റും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ട് അത് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണ് കേട്ടോ. ചിക്കൻ അവിടെ വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ സൈഡിൽ നമ്മളുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഞാനില്ലേ ഗൈസ്, എനിക്ക് എൻ്റെ ഒരു താല്പര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നമ്മളൊരു സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിക്കുക. പരിപ്പ് വേകാനിട്ട് അത് വെന്ത് വരുമ്പോഴേക്കും ഇപ്പുറത്ത് വേറെ നമ്മളുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യും. പക്ഷേ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കും, അതായത് അവർ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എല്ലാം അപ്പോൾ കട്ട് ചെയ്തിടുക, അങ്ങനെയൊക്കെ ഉള്ളൊരു കൈൻഡ് ഓഫ് ആളാണ്. ഉമ്മ അങ്ങനെയാണ് കേട്ടോ, എൻ്റെ ഉമ്മ അങ്ങനെയാണ്. ഉമ്മക്ക് എല്ലാം അപ്പോൾ കട്ട് ചെയ്തിടുക അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ താജുമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ഉമ്മക്ക് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷമായിരിക്കും ഉമ്മ കുക്കിങ്ങിൻ്റെ ആ ഒരു സ്റ്റേജിലോട്ട് കിടക്കുന്നത് തന്നെ. ഓരോ ആൾക്കാർക്കും ഓരോ താല്പര്യങ്ങളല്ലേ ഗൈസ്. നിങ്ങൾ എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. അറിയാലോ എങ്ങനെയാണ് ഓരോ ആൾക്കാർ ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. കുക്കിംഗ് ഒരു ആർട്ടല്ലേ. പിന്നെ നമ്മുടെ റൈസിൻ്റെ ആ ഒരു പണിയിലോട്ട് എന്നിട്ട് കിടക്കുന്നത്. അപ്പം നമ്മൾ നോർമലി നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന പോലെ എല്ലാം വെച്ച് കഴിഞ്ഞ ശേഷം ഈ സൈഡിൽ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിന ചട്നിയാണ് കേട്ടോ. നമ്മളുടെ ഈ ഒരു ഭാഗത്ത്, അതായത് കോയമ്പത്തൂർ, പാലക്കാട് ഭാഗത്തുള്ള ആൾക്കാർ മെയിനായിട്ട് കൂടുതലായിട്ട് ബിരിയാണിയുടെ പ്രിഫർ ചെയ്യുന്നത് പുതിന ചട്നി, പിന്നെ കച്ചമ്പർ, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ വന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതില്ലാണ്ട് ഇപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ പുതിന ചട്നിയൊക്കെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി, പിന്നെ നമ്മൾ ഗ്രേവി സെറ്റാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ചൂടോടെ തന്നെ അതൊന്ന് ദമ്മിട്ട് വെക്കുകയാണ് കേട്ടോ. എനിക്കില്ലേ ഗൈസ്, ഈ ദമ്മിടുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വല്ലാത്ത ക്രേസാണ്. എനിക്കത് ആ ഒരു മേക്കിംഗ് പ്രോസസ്സൊക്കെ ചെയ്യാനും കാണാനൊക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അതിങ്ങനെ ലെയർ ആക്കുന്നതും കഴിക്കുന്നതും എല്ലാം. എനിവേ, അപ്പോൾ ഭക്ഷണമൊക്കെ ആയി, നമ്മൾ കഴിച്ചു. പിന്നെ ഹൈസനും കൊണ്ട് റൂമിലോട്ട് വന്നു. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ.